ക്ഷേത്രനടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിച്ചു നിൽക്കും ദേവിയേ നീയൊരു കവിത. ദേവി ക്ഷേത്രനടയിൽ ദീപാരാധന വേളയിൽ. ഒരൊറ്റ പാട്ടുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തി, പല്ലവി എന്ന ചിത്രത്തിലെ ദേവി ക്ഷേത്രനടയിൽ എന്ന ഗാനം രചിച്ച ശ്രീ പരത്തുള്ളി രവീന്ദ്രൻ. അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഓണവിശേഷങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. അന്ന് ഈ ഒരു പാട്ട് പല്ലവി എന്ന ചിത്രത്തില് യേശുദാസ് പാടുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും മനോഹരമായിട്ടുള്ള വരികള് ആരാണിത് എഴുതിയത്? അതെ അതെ, അന്ന് അതാണ് അദ്ദേഹം ചോദിച്ചത്. ആ ഒരു മൊമെന്റ് എങ്ങനെയാ ഓർക്കുന്നത്? മറ്റൊരു കാര്യമായിട്ട് ഓർക്കുന്നുണ്ട്, യേശുദാസ് ഗാനാന്തരപ്പൻ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം പല പാട്ടും പഠിച്ചിട്ടാണ് ഇങ്ങനൊരു പാട്ടിനെ കുറിച്ച് പറയുന്നത്. അത് വലിയൊരു കിട്ടണം, എനിക്ക് കിട്ടിയ ഒരു കിട്ടണം. ഇവിടെ ഇവിടെ റെക്കോർഡിംഗ് ഒക്കെ പുറത്ത് നല്ലായിരുന്നു, മദ്രാസിലാണ്. അപ്പൊ അന്ന് ആരാണിത് എഴുതിയതെന്ന് ചോദിക്കുമ്പം അന്ന് 33-കാരനായ ആ യുവാവ് ഇങ്ങനെ കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ളൊരു, ജീവിതത്തിലെ എക്കാലത്തും ഓർക്കാൻ പറ്റിയൊരു സംശയമില്ല. ഗാനഗന്ധർവന്റെ ഒരു പ്രശംസ നമുക്ക് പറ്റാത്ത. ഒരു കാലത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള ഈ ഒരു പാട്ട്, പിന്നെ ആളുകൾ അതൊക്കെ ഏറ്റുപാടാൻ തുടങ്ങി. അത് അല്ല, അത് കിനാവിന്റെ കിടപ്പിൽ നേരെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ ചിത്രത്തിലെ തന്നെ. ആ പാട്ടും അർത്ഥമുള്ള പാട്ടാണ്, ആൾക്കാർ അംഗീകരിച്ച പാട്ടാണ്. രണ്ടും യേശുദാസ് മത്സരിച്ച് പാടുകയില്ല. അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയത് ആ പാട്ടിനാണ് അല്ലേ? അപ്പോൾ അന്ന് ആ ഒരു പാട്ട് എല്ലാവരും ഏറ്റുപാടി അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് ഇപ്പം ആ ഒരു പാട്ട് എഴുതിയ വ്യക്തി അല്ലെങ്കിൽ ശ്രീ പരത്തുള്ളി രവീന്ദ്രൻ എന്ന ആള് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? അല്ലാതെ ഒരു പാട്ടിൽ തന്നെ ആളുകൾ നോളന്നില്ല. നമ്മുടെ ആഗ്രഹമാണ് ഒരു പാട്ട്, ആ പാട്ട് പാടുകയും യേശുദാസ് വീണ്ടും പാടുകയും യേശുദാസ് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ അതന്നെ ആ കേൾവിക്കാരെ കുറിച്ചോളൊന്നുമില്ല, അവരുടെ ടേസ്റ്റ് പറയാം. അപ്പോൾ ടേസ്റ്റ് മാറും. അത് അങ്ങനെ നമ്മൾ ആസ്വദിക്കാം. ആ പാട്ട് ചാൻസ് കിട്ടിയില്ലോ എന്ന് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. അതിൻ്റെ പിന്നെ രസത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിരാശയില്ല. അപ്പോൾ താങ്കൾ ജനിച്ചു വളർന്നതും ഒക്കെ നമ്മുടെ എടപ്പാൾ കാലടിത്തറയിലാണ്. ആ ഒരു ദേശം ഈ ഒരു പാട്ടിനെ വളരെയധികം സ്വാധീനിച്ചിട്ടില്ലേ? എങ്ങനെയൊക്കെയാണ് ആ വരികളിൽ ആ ദേശം അല്ലെങ്കിൽ ആ ഒരു കൊച്ചു ഗ്രാമം അല്ലെങ്കിൽ ഈ പാട്ടും വരികളൊക്കെ എഴുതുമ്പോൾ അതൊക്കെ ഓർമ്മയിൽ വരും? അപ്പോൾ അതൊക്കെ ഈ നമ്മുടെ ഈ അല്ലെങ്കിൽ പാട്ട് കാലടിത്തറ ദേശം അമിതമായ പ്രാധാന്യം ആ പാട്ടിന് കൊടുത്തു. ആ ദേവീക്ഷേത്രമുള്ളതുകൊണ്ട് മല്യാറാവിൽ പോകും. ആ മല്യാറാവിൽ പിന്നെ ജനങ്ങളെ കാണലും എല്ലാം കൂടി ആകുമ്പോൾ ഈ എന്തോ ഒരു മാസ്മര ശക്തി ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിച്ചേ പറ്റും. ശരിക്കും ആ അമ്പലവും അതിന്റെയൊക്കെ വരികൾ ശരിക്കും ഇതിലൊരു കണ്ടന്റായി വന്നു അല്ലേ? വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് കണ്ണൂർ രാജനാണ്. അവരുമായിട്ട് സാറിന്റെ ഒരു കൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കൂട്ടാണ്. അത് ഞാൻ പിന്നെ 2 വരി കൊടുത്ത് പിന്നെയും വന്നിട്ട് 2 വരി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങള് വളരെ രസത്തിൽ ചെയ്തത്. അത് അതൊരു കാലമായിരുന്നു, ഒരു കാലം. പിന്നെ അതേപോലെ കഴിവൊന്നും ഞാൻ പ്രസ്താവിക്കുന്നില്ല, കഴിവല്ല, കാലമാണ്. കാലത്തിന് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നാണ് കാലം നോക്കുന്നത്. ഇയാൾ എന്താ എനിക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് കാലം നോക്കുന്നത്.
അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ആ കാലത്തിന്റെ കയ്യൊപ്പ് കൂടിയാണ് ആ പാട്ടല്ലേ. പിന്നെ പാട്ട് അല്ലെങ്കിൽ അവസരം ലഭിക്കാതെ പോയതാണോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ചുടക്കുട്ടികളെന്ന് പടത്തിൽ എഴുതിയിട്ടുണ്ട്. പടം ഇറങ്ങിയിട്ടില്ല. പടം ഇറങ്ങിയില്ല. അതിൽ 4ഓളം പാട്ടുകൾ കാസറ്റ് തിരക്കണ ഇറക്കി, പടം ഇറങ്ങിയില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഒരു പാട്ടിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന അവസരം, ഞാൻ ഒരുപാട് നാടകഗാനങ്ങൾ എഴുതി. അപ്പം ഗാനങ്ങൾ എഴുതേണ്ട ആഗ്രഹമൊക്കെ അങ്ങനെ തീർന്നിരിക്കും. അല്ലാതെ എപ്പോഴും പാട്ടെഴുതുക അങ്ങനെ ഈ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട് സാറ് കുറച്ച് എന്താ പറയാ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തും മുഖത്ത് നോക്കി അടിച്ചങ്ങ് പറയുന്ന ഒരു വ്യക്തിത്വമാണെന്ന്. അത് ഇതുപോലെ തന്നെ ഈ കവിതയിൽ ഈ പാട്ടില് എന്താണ്, മുടിയിൽ അത് എടുത്തു മാറ്റട്ടെ, അങ്ങനെ ഒരു വരി വരുന്നില്ലേ, ചൂടട്ടെ അണിയിച്ചോട്ടെ. അത് അന്ന് ഇതുപോലെ ഒരുപാട് ആർട്ടിക്കിൾ വന്നു. എന്താണ് അത്, ആ വേർഡ് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടില്ലേ? അതെങ്ങനെയാ ഓർക്കുന്നുണ്ടോ? അപ്പോ മുഴുവൻ വലിയൊരു ഓർമ്മയില്ല. എന്തായാലും ഈ ബലത്തിന് ഞാൻ പിന്നെ കീഴ്പ്പെട്ടില്ല. മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ബലം, അത് ഞാൻ കീഴ്പ്പെട്ടില്ല, ഒരിക്കലും കീഴ്പ്പെട്ടില്ല, ഇന്നുവരെ കീഴ്പ്പെട്ടില്ല, നാളെയും കീഴ്പ്പെട്ടില്ല. ഈ ആയുസ് പോകുന്നവരെ ബലം, അതിന് ഞാൻ അങ്ങനെയാണെങ്കിൽ ബലം. പിന്നെ ആനയുടെ കാര്യത്തിൽ ഈ ബലം ഭയപ്പെടുകയാണെങ്കിൽ ആനയെ പേടിക്കണം, പിന്നെ കുട്ടികൾക്കൊക്കെ പേടിക്കണ്ടേ, ആന വേണ്ടേ? അപ്പോൾ ആന ആവാനൊരിക്കലും തയ്യാറല്ല, ആനയായിട്ട് അനുസരിക്കാനും തയ്യാറല്ല. ഇങ്ങനെ ഒരു മിതമായ രവേട്ടനാണ് രവേട്ടൻ നമുക്കൊന്ന് തോണ്ടുക, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തോണ്ടത് അത് വേണ്ട. പിന്നെ ഒരുപാട് ഈ നാടകങ്ങളും അതുപോലെ കവിതകളും ഒക്കെ എഴുതിയിട്ടില്ല. അത് നമുക്കൊരു മോഹം ഇല്ല. മോഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന പറഞ്ഞാൽ എഴുതിട്ട് പിന്നെ എഴുത്തരാന്ന് പറയാൻ അങ്ങനെയില്ല. അങ്ങനെ എങ്ങനെ പറഞ്ഞാലും ആ എഴുത്ത് തന്നെ എഴുതും, അല്ലാതെ ബലം പ്രയോഗങ്ങൾ നടക്കില്ല. എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന എന്തോ അതേ അവിടെ ഒരു ബലം. ഇപ്പോൾ നാടകത്തിനൊക്കെ ആണെങ്കിൽ നാടകത്തൊക്കെ എഴുതി പോകുമ്പോൾ അവിടുത്തെ ആ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ബലപ്രയോഗം ഉണ്ടാവും, അതിന് സഹായി വരും. ഇയാളെ ബലപ്രയോഗിച്ച് എങ്ങനെ ഇങ്ങനെ കാണാൻ അന്ന് വരെ നടന്നിട്ടില്ല, നാളെ നടക്കില്ല, മരണം വരണ്ടാവില്ല. അതായത് ഈ കല എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടാനുള്ളതല്ല, കീഴ്പ്പെടുത്താനുള്ളത്. അത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വ്യത്യാസം. അതിൽ ഒരു നിരാശയും തോന്നിയിട്ടില്ല, പൂർണ്ണ സംതൃപ്തനായിട്ട് തന്നെയാണ്. അതെ, ഇന്ന് വരെ അങ്ങനെ ഒരു ബലപ്രയോഗത്തിന് കീഴ്പ്പെട്ടില്ല, കീഴ്പ്പെട്ടുണ്ട്. എനിക്കിങ്ങനെ കണ്ടപ്പോഴേ ചോദിക്കാൻ തോന്നിയൊരു ചോദ്യം, ഈ താടിയും ഈ മുടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഈ പാർബർ ഷാപ്പിൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുട്ടിക്കായിരുന്ന കാലത്ത്, കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ സമയത്ത് ഈ ബാർബർ ഷോപ്പ് പോവും, ഈ മുണ്ട് ചുറ്റും, ഇതൊക്കെ ശ്വാസം മുട്ടണം. എനിക്ക് ശ്വാസം മുട്ടും. ഈ ഒന്നാമത് ഇതിന് മുണ്ടിനെ മുടിച്ചത്, പിന്നെ ഈ എല്ലാം കൂടിയായിട്ട് ആപ്പാട്ടൊരു അമ്പരപ്പും ഒക്കെ ആയിട്ട് ഞാൻ അത് മാറ്റി. ഇനി താടി പിടിക്കില്ല. പിന്നെ ഒരിക്കലും ഞാൻ കത്തി വെച്ചിട്ടില്ല. അതിപ്പോൾ പല കോളേജിൽ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, എന്തോ ഈ താടി പിടിക്കുക, എല്ലാവരും തടയിരിക്കുന്നത്. അതുപോലെ അല്ല, ഞാൻ എല്ലാവരും തടയിരിക്കണമല്ല, ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് സാറിന്റെ ഇപ്രാവശ്യത്തെ ഓണം ജന്മദിനം ആഘോഷിച്ചു? ജന്മദിനം, എൻ്റെ ജന്മദിനം അഷ്ടമി നാളാണ് വരുന്നത്, ലോകമാണ് അഷ്ടമി ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ അത് മിക്കവാറും 2 പ്രാവശ്യമായിട്ട് വരും. ഇപ്രാവശ്യം വന്നു 2 പ്രാവശ്യമായിട്ട്. ചിലർ ഒന്ന് കഴിച്ചു, ചിലർ 6 കഴിച്ചു. രണ്ടെണ്ണം വന്നോണ്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് പങ്കുവയ്ക്കാം, അതിന് കുഴപ്പമില്ല. പിന്നെ അഷ്ടമി രോഹിണി
നാളിലെല്ലാവരും ഒരു എന്താ പറയുക ഒരു മാറ്റം വരും. ആ മാറ്റം വരുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും അതിൽ ജാതി മതമൊന്നുമില്ല. എല്ലാവരും ഞാൻ ജാതിക്കൊക്കെ ഞാൻ അതീതമാണ്. ജാതിയൊന്നും ഇപ്പോൾ വല്ലാതെ പടരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വേണ്ടതെന്നാൽ ജാതി പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടാവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു കിട്ടും. വളരെ സംശയമൊന്നുമില്ല. ജാതി പ്രശ്നം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ ആത്മഹത്യ ചെയ്യും ഞാൻ വേണ്ടിയിട്ട്. എനിക്ക് സംശയം. കാരണം അത് പാടില്ല എന്നുള്ളത് സമ്മതിക്കില്ല. അത് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒത്തിരി പേര് ജീവിതത്തിൽ സുഖമായിട്ട്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ഓണക്കാല ഓർമ്മകളൊക്കെ? ഓണക്കാലം ആവാം, എന്താ പറയുക വിഷുക്കാലം ആവാം, എന്ത് കാലഘട്ടത്താലും ദ്രോഹിക്കുന്നതാവരുത്. സാർ എങ്ങനെയാ ഓണം ആഘോഷിക്കുക? വീട്ടിലാണോ? മക്കളൊക്കെ വരുമോ? എങ്ങനെയാണ്? മിക്കവാറൊക്കെ വീട്ടിലാണ്. ഒരു കുറെ കാലമായി അല്ലേ കാലടിത്തറയെന്ന് താമസം മാറി ചേലമ്പ്രയ്ക്ക്? കാലത്തറപ്പോൾ ഓർമ്മയ്ക്ക് പോവാണ്. അവിടെ ഒരു ആദരവ് ഉണ്ടായി എനിക്ക് വേണ്ടി. അതൊക്കെ അത് സമ്മതിച്ചു പോയി. കാരണം അവിടുത്തെ ജനങ്ങൾ അതൊക്കെ നല്ലൊരു ജീവിതം അങ്ങനെ വയറ്റുകാരിക്കാം. നാട് മറന്നിട്ടില്ല. നാടും നമ്മുടെ കേരളവും ആ ഒരൊറ്റ പാട്ടിന്റെ ഒരു ഗുണമാണ്. ഒന്നും പറഞ്ഞില്ല. പിന്നെ സാറിന്റെ ഇത് പറയുകയാണെങ്കിൽ പക്ഷെ ഇതിനൊക്കെ ഈ സാമ്പത്തികം മറ്റൊരു സ്ഥിതിയാണ്. അതായത് പലരും ഈ ചില മാനദണ്ഡങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വരും. നമ്മുടെ നാട്ടിലെയും നാട്ടിലും അങ്ങനെ ഈ കാശിന് നല്ല സ്വാധീനമുണ്ട്. എന്ത് ആഘോഷം നടക്കണമെങ്കിലും കാശ് പൊടിക്കണം. ആ കാശ് നല്ലോണം പൊടിക്കുന്നത് കേമാവും. അല്ലാത്തത് മുക്കുത്തി ഇനമാരിയാവും. മറ്റേ പൂ കൊണ്ടും മുക്കുത്തി. ഓണപ്പാട്ടൊക്കെ പാടുമോ? ഇപ്പം ഈ വയ്യാത്തോണ്ട് ഓർമ്മയുണ്ടാവില്ല. അതെ, ഓർമ്മയില്ല. കഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണോ ഇവിടേക്ക് ഇന്ന് അതായത് ഞാനൊരു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മദ്രസയിൽ പിള്ളേർ ചേർക്കാൻ വരുമ്പോൾ ഞാൻ സന്തോഷിച്ചു. മദ്രസയിൽ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം വെച്ചാൽ ഈ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കപ്പ കഷ്ണം ഒരു നാളിലെ കൂടെ കൊടുക്കും. അപ്പം ഞാൻ നോക്കുന്നത് അന്ന് തറവാട്ടുകാരന്മാരെയാണ് ഭരണേ. അവിടെ കപ്പക്കാട്ടും പൂട കഴുകും നമുക്ക് നാളികേര പൂടും നമുക്ക് കിട്ടില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ മറ്റേ തമ്പ്രാൻ്റെ അല്ലെങ്കിൽ ഇയാളെന്താ പറയുക കാരണവരുടെ മക്കൾക്കാവും. അപ്പം അങ്ങനെ ആ സമയത്ത് ഒരു കപ്പക്കഴിഞ്ഞ് വാഴത്തെ പൂവൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഭരണം ആർക്കാണോ അവർക്കാണ് ഇതും സ്വച്ഛമായിട്ട് ഭക്ഷണം കഴിക്കലും ഈ ഭരണമുള്ളതാണ്. അത് കഴിക്കില്ല. പ്രത്യേകിച്ച് നായർ തറവാട്ട് കഴിഞ്ഞാൽ വളരെയും വേദനിച്ചിട്ട് നമ്മുടെ നായർ ഇതൊക്കെ ക്ഷയിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവരുടെയൊക്കെ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ വളർന്നു വന്നപ്പോഴേക്ക് തറവാടൊക്കെ പല വിധത്തിലുമായി അങ്ങനെയൊക്കെയായപ്പോൾ ഞാൻ വിഷമിച്ചിട്ട് അത്. പക്ഷേ ഞാൻ വിഷമിച്ചെന്ന് പറഞ്ഞാൽ ആ വിഷമം ഒരു സുഖമാണ്. ഞാൻ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് തറവാട്ടിക്കാരനവർക്ക് പീടികയിൽ മേടിച്ചിട്ടുണ്ട്. അവിടെ പിട്ടൊന്നും ഉണ്ടാക്കില്ല. ഈ കാരണവരെന്ന് വെച്ചാൽ ഈ അരി വറുത്ത ചായയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ പിട്ട് വാങ്ങിക്കൊടുമ്പോൾ പിട്ട് വന്ന് എൻ്റെ വഴി ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വഴി ഒരു തിരിവൊക്കെ ഉണ്ട്.
അവിടെ ചെന്ന് എന്ത് വന്നാലും കാരണം എന്ത് ചെയ്താലും പിന്നെ കൊന്നാലും ശരി ഞാൻ തന്നൊരു ശിഖരം എടുക്കുമെന്ന് പറഞ്ഞിട്ട് നുള്ളേ കിട്ടൂ അങ്ങനെ എടുത്ത് പോയിട്ട് എടുക്കും. കാരണം അവിടേക്ക് വിട്ടു വരില്ല. അവിടേക്ക് പിന്നെ ഈ കടല വറുത്ത അല്ല അരി വറുത്ത എന്തെങ്കിലും അടുക്കളയിൽ തറവാട്ടുകാരർക്ക് അല്ലെങ്കിൽ തറവാട്ടുകാരനോട് പിന്നെ കാരണവരുടെ കുട്ടിക്ക് ഒക്കെ കിട്ടും, മറ്റേ കിട്ടില്ല. അത് അങ്ങനെ വേണം, കൊതി വേണം. കൊതിക്ക് പിന്നെ ഈ സാധനങ്ങൾ ആഗ്രഹിക്കണം, എന്നാലേ അതിന് വില ഉണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കി. ഈ നമ്മൾ ഇപ്പോൾ അമ്മ പപ്പടം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് ഈ കാക്കേനെ കാണിച്ചിട്ടാണ്. അപ്പോൾ ഈ കാക്കയിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകും കയ്യിൽ നിന്ന്. പക്ഷെ അത് കാണിച്ചാലും ആ സുഭിക്ഷത ഈ കുട്ടിക്ക് കൂടി ഇന്നത്തെ അമ്മ കാണിച്ചു കൊടുക്കും. ഒരു 4-5 പപ്പടം എടുത്ത് കൊടുത്തിട്ട് അടുക്കളയിൽ നിന്ന് കൊടുത്തിട്ട് ആ സുഭിക്ഷത കാണിക്കും. അപ്പോൾ എന്തിനാണെങ്കിലും വെറുതെ കളയാനാണെങ്കിലും ഈ കാര്യം ഇന്നുമുണ്ട്. ഇപ്പൊ സാറിന് 80 വയസ്സായി. ആ പഴയ പാട്ടെഴുത്തുകാരൻ ഇപ്പോഴത്തെ പാട്ടിനെയൊക്കെ എങ്ങനെയാ കാണുന്നത്? പാട്ട് എന്നും എപ്പോഴും ഈ രചിക്കുന്ന ആള് രചനയെക്കുറിച്ച് ചിന്തിക്കും. ആ പാട്ട് പറയണം തന്നെയാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. പാട്ട് വന്നിട്ട് ഇത് രചനയെക്കുറിച്ച് ചിന്തിക്കുന്ന കാരണം വെച്ചാൽ പാട്ട് വന്നിട്ട് അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പാടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഈ പാട്ടെഴുത്തുകാർക്ക് ഇഷ്ടം. അതിങ്ങനെ കൊണ്ടുനടക്കാൻ അവിടെ കേൾവിക്കാരത് കൊണ്ടുനടക്കണം. ഇപ്പൊ പാട്ട് കേൾക്കാറൊക്കെ ഉണ്ടോ? പുതിയ സിനിമയിലുള്ള പാട്ടൊക്കെ? പുതിയ സിനിമയിലെ പാട്ട് തീരെ കേൾക്കാറില്ല. നമ്മൾ ഈ സിനിമയെ കുറ്റപ്പെടുന്നില്ല, പക്ഷേ അമിതമാകരുത് എന്നൊരു അമിതം ഈ പ്രസീണ പരിപാടിയും അമിതമാകരുത്. നിർബന്ധിക്കുന്നത് നമ്മൾ സുഖിച്ച് കേൾക്കണം. ആ കേൾക്കാനുള്ള പാട്ട് വേണം, അവസരം വേണം, അതാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവണം. ഇപ്പം എങ്ങനെ എഴുതാറൊക്കെ ഉണ്ടോ? ഇപ്പോൾ വളരെ കഷ്ടമാണ്. കാരണം ഈ അതായത് ഈ എഴുത്തെന്ന് പറഞ്ഞാൽ കയ്യിനും കൂടി ഒരു പണിയാണ്. അപ്പോൾ അയാളും ഇഷ്ടപ്പെടണം. എന്നാൽ എന്ത് പാട്ട് എഴുതിയാലും അയാളും ഇഷ്ടപ്പെടണം. ഇത് കുഴഞ്ഞതല്ലേ, അപ്പം അതുകൊണ്ട് കുഴഞ്ഞത് ആ പാട്ട് എന്തായാലും അത്ര രസമാവില്ല എന്ന് എഴുത്ത് കണ്ടാലേ. അപ്പം ഇന്നലെ പിന്നെ ഞാൻ എഴുതി എഴുത്ത് കണ്ടപ്പോൾ ആകപ്പടെ ശ്രദ്ധിക്കാൻ പറ്റുക. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം വേദനാജനകമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമാണ്. അപ്പോൾ ഇത് ഞാൻ അനുഭവിക്കണമെന്നുണ്ടാവും, കുഴപ്പം നമ്മുടെ ജന്മനാളുള്ളതാണ്. പക്ഷേ അത് വേണ്ട, അത് എഴുതണ്ടാച്ചോളൂ. എഴുതുമ്പോൾ ഒരാളിങ്ങനെ പിടിച്ചു നിന്നിട്ട് മറ്റാളത്തിൽ ഇപ്പം ഇന്നലെ 2 സിനിമാ പാട്ടുകാർ വന്നുകൊണ്ടാണ് വന്നത്. ആ ഈ കൈതപ്പുറത്തിന് വേണ്ടി ഞാൻ എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ്. അങ്ങനെ ആയപ്പോഴും ഇന്നലെ കൈതപ്പുറത്തിന് ഞാൻ എഴുതും, കൈതപ്പുറത്തിന് വേണ്ടി ഞാൻ എഴുതും, എങ്ങനെ ഞാൻ എഴുതും, സംശയമില്ല. പക്ഷെ അത് വയ്യ. അവനവൻ്റെ കൈയും കാലമൊക്കെ സ്വാധീനമായിട്ടിരിക്കുമ്പോൾ എഴുതുന്നതാണ് എഴുത്ത്. ഇത് വലിയ സങ്കടമുണ്ട്. ഇവിടുന്നാണ് ഈ സങ്കടം വരെ. എന്ത് വന്നാലും, ആര് ചിരിച്ചാലും, ആര് അട്ടച്ചാലും, ആര് കരഞ്ഞാലും, എങ്ങനെയായാലും നമുക്ക് സങ്കടം പറയും. നമ്മുടെ കണ്ണിൻ്റെ പൊട്ടണല്ലോ. പക്ഷെ ആ കണ്ണ് പൊട്ടുന്നില്ല. ഇപ്പം ഞാൻ വെറുതെ ചിരിക്കും, കാര്യത്തിന് ചിരിക്കും, കാര്യമില്ലാതെ ചിരിക്കും. ഞാനിപ്പം ജീവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പം നിങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മനസ്സിലാവുമെന്ന് ഞാൻ ജീവിക്കുന്നുണ്ട്. രവിയേട്ടനോ ഒരു വാക്ക് കേൾക്കണം,
അതിന് എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ വിഷമമുണ്ട് പറയാൻ. കാരണം ഈ മനുഷ്യൻ ഇതിങ്ങനെ ഈ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇയാൾ അനുഭവിച്ചിട്ടാണ് ജീവിക്കണമെന്നുള്ളത് അറിയണം, അറിയട്ടെ, നിങ്ങളതിന് കാരണമാവട്ടെ. അല്ലാത്ത വർഷം കൈകാലും സ്വാധീനമില്ലെങ്കിൽ ഒന്നും പറയില്ല. ഇപ്പോൾ ഈ പുരസ്കാരമൊക്കെയാണ് കിട്ടിയത്. പക്ഷെ അതിനൊന്നും ഇപ്പോൾ അതിനൊരു വേണം അത്രയും. എന്നാലും കിട്ടി. അതായത് 10ാം ക്ലാസ് തോറ്റ ആളെങ്ങാനായി, പിന്നെയാണ് ജയിച്ചത്. അപ്പോൾ ആൾക്ക് തിറക്കത്തിനെ കിട്ടും. പക്ഷെ അതിനേക്കാൾ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. സർക്കാരിൽ നിന്ന് വേണ്ട കിട്ടി, പിന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടി, എല്ലാവരിൽ നിന്നും കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ചിത്രം കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ സാറായിരുന്നു. മുഹമ്മദ് എന്ന തൻ്റെ സുഹൃത്ത്, സാറിൻ്റെ തന്നെ ഒരു ജീവിതമാണ് ആ സിനിമ പറയുന്നത്. പക്ഷേ ചിത്രം റിലീസാവുമ്പം കഥ, തിരക്കഥ, സംഭാഷണം അതിൻ്റെ സംവിധായകൻ്റെ പേരൊക്കെ കൊടുത്തു. എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ശരിക്കും എല്ലാം സാറിൻ്റെ ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു ആ ചിത്രം, അല്ലേ? ആയിരുന്നു. പക്ഷെ അത് ഈ തിരക്കഥ പ്രത്യേകമായിട്ട് ഡയറക്ടറുടെ പേര് വന്ന. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ കേസി എൻ്റെ സ്നേഹിതൻ പറയണ്ട. അത് തൻ്റെ വില പോവുക ചെയ്യുക. എൻ്റെ തിരക്കഥ പ്രത്യേകമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുന്നത് എൻ്റെ കേസിനോട് പറഞ്ഞ, എൻ്റെ കേസി മുഹമ്മദ് പറഞ്ഞ അത് പറയണം, അത് പറയണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. അപ്പോൾ കേസി പറഞ്ഞിട്ടാണ് ഞാനത് വേണ്ട. അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പേരിലാണ് കഥ എന്ന് പറഞ്ഞിട്ട് ഒരു പണിയില്ല. അത് തടുത്തത് എൻ്റെ മുഹമ്മദാണ്, എൻ്റെ കേസിയാണ്. എൻ്റെ കേസി എന്ന് 2 അക്ഷരമല്ല എൻ്റെ ജീവിതത്തിൽ. കേസി എന്ന് പറഞ്ഞ 2 അക്ഷരമല്ല, അത് എല്ലാമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനനുസരിച്ചാണ് എൻ്റെ ജീവിതം. അവൻ്റെ ഇപ്പം അതിന് തല്ലുകൂട്ടാനൊന്നും പോകണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. അമറാവതി എന്നാണ് ഈ അബോയ വിളിച്ചിരുന്നത്. അത് അത്ര ഞങ്ങളുടെ കുടുംബ ബന്ധമായിരുന്നു. അത് വല്ലാതെ ഉണ്ട് അബദ്ധം. പറ്റില്ല. അത് വേറെ കാര്യം നിങ്ങൾ പറയണം. രവിയേട്ടൻ ഈ ഗാനമൊക്കെ എഴുതിയിട്ട് രവിയേട്ടൻ്റെ പേര് രവിയേട്ടൻ്റെ തിരക്കഥ രവിയേട്ടൻ്റെയാണ്, രവിയേട്ടൻ്റെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. പക്ഷെ അതേ സമയത്ത് എൻ്റെ പിന്നെ കേസി സ്നേഹിതം പറയാണ് അത് വേണ്ടു. കുറേ കാലത്തിന് ശേഷമാണ് ഇതൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യത്തിന് ജൂരി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആര് വന്നാലും ഇല്ല, ആരെങ്കിലും ഒരാളുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചൂരും വരെയൊക്കെ വന്നത്. ആ വന്നപ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എനിക്ക് നഷ്ടം ഒക്കെ നഷ്ടമായിക്കോട്ടെ, ലാഭമൊക്കെ ലാഭമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചില ജീവിത സമയത്ത് ചിലത് നിയന്ത്രിക്കുന്നവരുണ്ട്. ആരെയും നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരാളാണ് എൻ്റെ കേസി മുഹമ്മദ്. ആ VK പൊറ്റേക്കാരന് വേണ്ടി ഞാൻ ആ തിരക്കഥ ഒഴിവാക്കിയത് എൻ്റെ കേസി മുഹമ്മദിന് വേണ്ടിയിട്ടാണ്. അത് യാതൊരു സംശയം. അത്തരം വരുന്ന ഈ ഒരു തഴയപ്പെടൽ കരിയറിനെ ബാധിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും കുഴപ്പമില്ല. അതിപ്പോൾ തിരക്കഥ ഞാനാണെന്ന് എല്ലാവരും പറയാം. പിന്നെ അറിയാത്തവർക്ക് മാത്രം അറിയുന്നേ ഉള്ളൂ. ഇതിൽ പല തിരിമറി നടക്കുന്ന എല്ലാവർക്കും അറിയാം. ആരുടെ പ്രസരിക്ക് പോയാൽ കൂടെ നമ്മൾ പോവില്ല. അപ്പോൾ ഒരാൾ ഈ VK പൊറ്റേക്കാട് 10 രൂപൻ്റെ നിന്ന് മാറ്റിയിട്ട് VK പൊറ്റേക്ക് ഒരു വിഷമമില്ല. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഗുണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് വരണ്ട. എനിക്കിതൊന്നും നഷ്ടമില്ല. എൻ്റെ തിരക്കഥയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ തിരക്കഥയാണ്. അതങ്ങനെ തന്നെ നിൽക്കും. എൻ്റെ തിരക്കഥയായിട്ട്. കാരണം
ഈ തിരക്കഥയിൽ നിന്ന് എങ്ങനെ മനസ്സിലാച്ചാൽ ഇവർ ഈ പറഞ്ഞതൊക്കെ ഈ ശൈലിയുണ്ട്, ഏതൊരാൾക്കൊരു ശൈലിയുണ്ട്, എനിക്കൊരു ശൈലിയുണ്ട്, എൻ്റെ തിരക്കഥയ്ക്കൊരു ശൈലിയുണ്ട്, അതിക്ക് മാത്രമേ ഉണ്ടാവും. അപ്പോഴത്തേക്കാണ്ട് പിന്നെ തിരക്കഥ എടുത്താലും എൻ്റെ തിരക്കഥയാണെന്ന് ആ സ്ക്രിപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ യാതൊരു സംശയമില്ല. പിന്നെ എൻ്റെ കേസിക്ക് വേണ്ടി ഞാൻ അത് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പുതുതായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും എഴുതാനോ താല്പര്യമൊന്നുമില്ല, ഇനി ഇങ്ങനെ അങ്ങ് പോവാ അല്ലേ? ഞാൻ എൻ്റെ പോട്ടെ. അല്ല, എഴുതാനിപ്പോൾ എന്ത് പറയാണ്, നമ്മൾ ഞാൻ ദൈവവിശ്വാസിയാണ്. എങ്ങനെയാണ് അബ്ബാഹം കുറിച്ചാലും ശരി, പഠിത്തം ചേർത്താലും ശരി, എങ്ങനെ ഈശ്വരവിശ്വാസമല്ല ഞാൻ പറയില്ല. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. അതായത് എൻ്റെ പിന്നെ കഥയിൽ കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ എനിക്കെൻ്റെ ചിരി വരും. അങ്ങനെ ചിരിക്കുന്ന ആളാണ്. അതായത് ഞാൻ പിന്നെ എടപ്പാളായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീട്. അവിടെ ഞാൻ ചങ്ങരംകുളത്ത് നിന്നാണ് വരിക. എടപ്പാൾ അച്ഛൻ്റെ വീട് ഇവിടെയാണ്, പന്താവൂർ അവിടെയാണ്. വരുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. കാശ് പോയി, ആ വീട് പോയിട്ട് അച്ഛൻ ചീത്തറയൊന്ന് പോയിട്ട് അതിന് ചിരിക്കുക. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു കഥയുണ്ട്. അതായത് ഇത് കാശ് പോയപ്പോഴും എൻ്റെ മനസ്സിൽ ചിരിയാണ്. കാരണം വെച്ചാൽ ഈ പോയ ഈ മറ്റും എനിക്ക് കിട്ടില്ല. ഉറപ്പായത് എനിക്ക് തിരിച്ചുകൂടെ? ഉറപ്പാണ്. അത് വീട് പോയി, അതിന് കിട്ടില്ല, അത് ചാടിപ്പോയി. അത് കാണാത്താകുന്ന സ്ഥലത്ത് പോയി ചാടിപ്പോയി. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചിരിക്കാറുള്ളത്. അപ്പോൾ ചിരിക്കാൻ മെനക്കെടുന്നില്ലെങ്കിൽ, പിന്നെ അതിന് അവസരമില്ലെങ്കിൽ പിന്നെ ചിരിക്കരുത്. ഇപ്പം ഞാൻ വെറുതെ ഇരുന്ന് ചിരിക്കും. ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നത്? ആലോചിച്ചിട്ട് തോന്നില്ല, ചിലപ്പോൾ വെറുതെ ചിലപ്പോൾ. അതൊക്കെ എനിക്ക് തന്നൊരു പ്രായമാണ്, നീ ചിരിച്ചോ പറയുമ്പോൾ ഞാൻ ചിരിക്കും. സാറ് അവാർഡിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അംഗീകാരങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡാണ്. അപ്പൊ എങ്ങനെയാണ് അവാർഡ് വാങ്ങിക്കാനൊക്കെ പോയി? ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ ഞാൻ ഒരു ദിവസം ഹോൾഡിരുന്നു. കാരണം ഈ ഹോൾഡിരുന്നു, കാരണം അവിടെ ആവുന്ന ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാണ്. അവിടെ ഞാൻ വേറെ ഇങ്ങനെ ഒരു അധികപ്പറ്റാവരുത് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് അതിനോടൊപ്പം സഹകരിച്ച് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അവാർഡ് വാങ്ങി. എങ്ങനെയാ ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ, മക്കളും വൈഫും ഒക്കെ? അത് എല്ലാവരും സഹകരണമുണ്ട്. എല്ലാവരും ഓരോരുത്തരും ഓരോ വിധത്തിൽ. ഇപ്പോൾ എൻ്റെ മോൻ പാടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മൂത്തവൻ രാജീവ് പാടും. അവൻ ആകാശവാണി പാട്ടായിരുന്നു. പിന്നെ പൊതുവെ പാടും. മോള് പാടും. മോള് ടീച്ചറാണ്. അപ്പോൾ അയാളിങ്ങനെ ഇടയ്ക്ക് പല കവിത എനിക്ക് കേൾപ്പിച്ച് തരും. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്. അങ്ങനെ നന്നായി കവിത എഴുതോളൂ. അവിടെ ഇങ്ങനെ മൂന്നാമത്തെ ആൾ ഇയാൾ, അയാൾ പിന്നെ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ വയ്യ, എല്ലാം ചെയ്യാം. പക്ഷേ ഒന്നും മൂപ്പര് അതിപ്രസരായിട്ട് കാണിക്കും. അപ്പം അയാൾ നന്നായി പാടും. പിന്നെ കവിത വളരെ കുറവാണ്, എങ്കിലും പാടും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ അംശം ഉണ്ട് എന്ന് ഉറപ്പാണ്. പിന്നെ മാത്രമല്ല, ഈ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ആരോഗ്യം പറഞ്ഞാലും ഞാൻ ആരോഗ്യം അങ്ങോട്ട് പറയാറില്ല. കാരണം ഇവിടെ കാണുന്ന പല സാധനങ്ങളും അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കാണാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവരുണ്ടാക്കിയ. അപ്പോൾ അവരെ ഒരു സമയത്തും ഞാൻ കുറേയൊക്കെ സഹിക്കും. അതായത് വീടാകുമ്പോൾ സഹിക്കുന്നതല്ലാതെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും.
ഒരു എൻ്റെ കഴിവുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ച് കഴിയാത്ത ചില കാര്യങ്ങൾ അവർക്കുണ്ട്. ഇതിലല്ല, എഴുത്തിലല്ല, പക്ഷെ പല കാര്യങ്ങളും അവർക്കുണ്ട്. അപ്പോൾ പൊതുവെ കുടുംബം ഒരു തേഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതങ്ങനെ തന്നെ പോവും. ഇനിയിപ്പോൾ എന്തോ കുറച്ച് ദിവസമല്ലേ, ആ ദിവസമൊക്കെ ഇങ്ങനെ പോവും. അല്ല, അത് പറഞ്ഞ് പഠിക്കാനോ ആലോചിക്കണം. നിങ്ങൾ അപ്പോഴേക്ക് ചെയ്യരുത്. ഒരാൾ പറയണം ഞാനൊരു 20 ദിവസം കൂടെ ജീവിക്കുമെന്ന് പറയുകയാണെങ്കിൽ 20 ദിവസം സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയാൻ കരുത്ത് കാണിക്കണം. 20 ദിവസം ഞാൻ ജീവിക്കുക, ശരി, സുഖമായിട്ട് ജീവിക്കണം കേട്ടോ, അത് പറയാതെ കരുത്ത് കാണിക്കും. ഇനി എന്തെങ്കിലും ജീവിതത്തിൽ ആഗ്രഹം ബാക്കിയിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആഗ്രഹം ഇനി ബാക്കിയിരിക്കുന്നുണ്ടോ? എന്ത് സാറിന് ഇനി എന്തെങ്കിലും ആഗ്രഹം? ഇല്ല, ഒന്നുമില്ല. എനിക്ക് എല്ലാ ആഗ്രഹവും ഞാൻ ഇതിലെത്രയൊന്നും ഞാൻ ആഗ്രഹിക്കരുത്. ഒരു ബുദ്ധിയുണ്ടല്ലോ ഈ മനുഷ്യന്. ആ ബുദ്ധിജീവിക്ക് ഇതിനപ്പുറം ആഗ്രഹിക്കരുത്. കാരണം ഞാൻ എങ്ങനെ പേര് ഞാനല്ല, ഞാൻ ഉറപ്പ് പറയും. അപ്പോൾ ഇതില്ലേ ദേവീക്ഷേത്രമാണെങ്കിൽ പിന്നെ പാട്ടൊക്കെ കിനാവിൻ്റെ കടകൾ ഇതൊക്കെ ഇങ്ങനെ പല പേരിലാണ് കിനാവിൻ്റെ കട. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ അത് വലിയ കഴിവാണ്, വലിയൊരു കഴിവാണ്, വലിയൊരു ജീവിതം സാഫല്യം തന്നെയാണ്. അത് SLC തോറ്റ ഞാൻ പിന്നെ ജയിച്ചു വേറെ കാര്യം. ഇത്രയൊക്കെ ചെയ്താൽ മതി, അതിലപ്പുറം ചെയ്യരുത്. തൃപ്തനായിട്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ പല കുട്ടികളും പറയാറുണ്ട് ഞാൻ നിരാശനായിരിക്കണം. ആ കുട്ടികൾ ആദ്യം പറയുന്നത് നിരാശ എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എടുത്ത് കളയണം. പോസിറ്റീവായിരിക്കും എപ്പോഴും. എപ്പോഴും ആക്റ്റീവാവണം. അങ്ങനെ ഈ പാത്തുമാരുടെ കൂടെ പന്താവൂർ സ്കൂളിലേക്ക് പോയിരുന്ന ഞാൻ ഇവിടേക്ക് ആയെങ്കിൽ കുട്ടികളെ നിങ്ങൾക്കും ആവാം, സാധിക്കും. കുട്ടികളോട് ഒരിക്കലും നിരാശപ്പെടരുത്, നിങ്ങൾ തയ്യാറാണ്. അപ്പം കുറേ നേരം സാറിൻ്റെ ഒപ്പം ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പറ്റി. ഒരുപാട് നല്ല കാര്യങ്ങൾ, സമയം പോയത് ശരിക്കും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശരിക്കും ഒരു കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സാറിനൊപ്പം. അപ്പം ഒരുപാട് നന്ദി. ഞങ്ങളുടെ NCV പ്രേക്ഷകരുടെ ഒപ്പം ഇത്തവണ ഞാൻ ഒന്നും കൂടെ പറയാം. വർഗീയം പറഞ്ഞിട്ടും വർഗീയം കാണിച്ചിട്ടും എന്നെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കരുതെന്ന് അവരുടെ അഭിപ്രായമുണ്ട്. എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ജീവിക്കണം. അപ്പോൾ ഒരുപാട് നേരം സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി, ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ NCV പ്രേക്ഷകരോടൊപ്പം ഇത്തവണ ഈ ഓണം ആഘോഷിക്കാൻ എത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.